ഹലോ, ഞാൻ ഡോക്ടർ ടിഷ. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് മലബന്ധത്തിൻ്റെ പ്രശ്നമുള്ള എല്ലാവരിലും ഫിഷർ ഉണ്ടാവുമോ, എന്താണ് ഈ ഫിഷറിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്താണ്, ഫിഷറും പൈൽസും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നൊക്കെയാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, മലബന്ധമുള്ളവർ അതിൻ്റേതായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഫിഷർ പൈൽസ് പോലുള്ള കണ്ടീഷനിലേക്കാണ് അത് മാറുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുശേഷം നമുക്ക് ട്രീറ്റ്മെൻറ്റ് ഓരോന്നിനും എങ്ങനെയാണെന്നുള്ളത് നമുക്ക് പറയാം. ഏറ്റവും ആദ്യം പറയാനുള്ളത്, ഈ മലബന്ധം കാരണം തന്നെയാണ് ഫിഷർ ഉണ്ടാവുന്നത്. എങ്ങനെയാണെന്ന് വെച്ചാൽ, മലബന്ധം കോൺസ്റ്റിപ്പേഷൻ്റെ ഒക്കെ ഇഷ്യൂ ഉള്ളവരിൽ സ്റ്റൂൾ ഭയങ്കര ഹാർഡായിരിക്കും, പുറത്തേക്ക് വരാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഒരു പ്രഷർ കൊടുക്കും അല്ലേ, പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട് പ്രഷർ കൊടുക്കുകയും ഈ ഒരു പ്രഷർ കാരണം മലദ്വാരത്തിൻ്റെ സൈഡിൽ എന്ത് ചെയ്യും, ചെറുതായിട്ടൊരു ടിയർ വരും. ആ ഒരു സ്കിന്നിൽ ടിയർ വരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഫിഷർ എന്നൊരു കണ്ടീഷൻ ആവുന്നത്. ഈ ഒരു ഫിഷറിൻ്റെ ലക്ഷണങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, എല്ലാവർക്കും മലബന്ധമുള്ള എല്ലാവർക്കും ഈ ഒരു ഫിഷർ വരണം എന്നില്ല. പക്ഷേ എങ്കിലും അക്യൂട്ടായിട്ടുള്ള ഫിഷറും ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഇനി ഈ ഫിഷർ, മലബന്ധം, കോൺസ്റ്റിപ്പേഷനൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്കും നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതിനും വ്യത്യാസമുണ്ട്. കാരണം കോൺസ്റ്റിപ്പേഷൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുത്തില്ല എന്നുണ്ടെങ്കിലാണ് ഫിഷർ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാവുകയും പിന്നീട് ഈ ഒരു കോൺസ്റ്റിപ്പേഷൻ കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടായി പൈൽസ് പോലുള്ള മറ്റ് കണ്ടീഷനിലേക്ക് പോകുന്നത്. ഫിസ്റ്റുല ഇതിൽ നിന്നും വ്യത്യസ്തം തന്നെയാണ്. ഫിഷർ, ഫിസ്റ്റുല, പൈൽസ് ഇത് മൂന്നുമാണ് പ്രധാനമായിട്ടും കണ്ടുവരുന്ന രോഗങ്ങളെന്ന് പറയുന്നത്. സോ ഇവിടെ നമ്മൾ ഫിഷറിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇനി മലബന്ധം എങ്ങനെയാണ് ഉണ്ടാകുക എന്ന് വെച്ചാൽ, തീർച്ചയായിട്ടും വെള്ളം കുടിക്കുന്നത് കുറവാകുമ്പോൾ തന്നെയാണ് ഈ ഒരു മലബന്ധം ഉണ്ടായി കാണുന്നത്. അതുപോലെ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കാതെ വരിക, വെള്ളവും അതുപോലെ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കാത്തവരിലാണ് പ്രധാനമായിട്ട് കാണുന്നത്. എങ്കിലും ഇരുന്ന് ജോലി ചെയ്യുന്നവരിലും ഇത് കാണാറുണ്ട്. കാര്യം ഒരുപാട് നേരം ഇരിക്കുമ്പോഴത്തേക്കും അവിടുത്തെ പ്രഷർ കാരണം ഈ ഒരു കോൺസ്റ്റിപ്പേഷൻ്റെ ഇഷ്യൂ കുറേ പേരിൽ കണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ മെഡിസിൻ കഴിക്കുന്നവരിൽ ഈ ഒരു പ്രശ്നം ഉണ്ടാവാറുണ്ട്. മറ്റ് എന്തെങ്കിലും ഒക്കെ മെഡിസിൻ്റെ ഒരു ഇതുകൊണ്ടും അതിൻ്റെ ആ ഒരു ആൻറ്റിബയോട്ടിക്സ് ഒക്കെ കൊണ്ട് തന്നെ ഈ ഒരു കോൺസ്റ്റിപ്പേഷൻ, ആ മരുന്ന് കാരണം കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവാറുണ്ട്. മറ്റൊന്നെന്ന് പറയുന്നത് മലം കൊച്ചു കുട്ടികളൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ മലം പുറത്തേക്ക് വിടാണ്ട് പിടിച്ചു വയ്ക്കുക. അവർ ആ ഒരു അർജ് വന്നാൽ പോലും പിടിച്ചു വയ്ക്കുന്ന ആ ഒരു പ്രശ്നമുള്ളവരിലും ഈ ഒരു കോൺസ്റ്റിപ്പേഷൻ കാണാറുണ്ട്. ഇനി ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് നമ്മൾക്കിവിടെ അക്യൂട്ട്, സബ് അക്യൂട്ട്, ക്രോണിക് എന്ന 3 രീതിയിൽ നമുക്ക് ലക്ഷണങ്ങൾ പറയാം. അതിൽ ഏറ്റവും ആദ്യം എന്ന് പറയുന്നത് അക്യൂട്ട് തന്നെയാണ്. അക്യൂട്ട് എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാവർക്കും ഇടയ്ക്കിടയ്ക്ക് ചില ഫുഡൊക്കെ കഴിക്കുമ്പോഴത്തേക്കും കണ്ടുവരുന്നതാണ്. ചെറുതായിട്ടൊരു നീറ്റൽ അല്ലേ, നമ്മൾ ബാത്റൂമിൽ പോകുമ്പോഴത്തേക്കും ഒരു നീറ്റലും അതുപോലെ തന്നെ വരാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും. ചെറുതായിട്ട് നമ്മൾ എന്ത് ചെയ്യും, പ്രഷർ കൊടുക്കും. പ്രഷർ കൊടുക്കുമ്പോഴത്തേക്കും ചെറിയ നീറ്റലോടുകൂടി ആ ഒരു സമയത്ത് ഒരു ബുദ്ധിമുട്ടുണ്ടാകും. അത് കഴിയുമ്പോഴത്തേക്കും നോർമലാകും. ഇത് ഒരു 1 വീക്ക് കൊണ്ടൊക്കെ നമ്മൾ ചില ഫുഡ്, സ്പൈസി ആയിട്ടുള്ള ഫുഡ്, ചിക്കന് അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ കഴിക്കുമ്പോഴത്തേക്കും ഈ ഒരു പ്രശ്നം, അതൊരു 1 വീക്ക് കൊണ്ട് തന്നെ പെട്ടെന്ന് അതൊന്ന് ശരിയാകും. ആ പോകുന്ന രാവിലെ അല്ലെങ്കിൽ പോകുന്ന ആ ഒരു ടൈമിൽ ചെറുതായിട്ടൊരു പിടുത്തം, അതുപോലെ തന്നെ ആ ഒരു ഭാഗത്ത് ചെറിയൊരു നീറ്റൽ, ഇത് എല്ലാവർക്കും സംഭവിക്കാറുള്ളത് തന്നെയാണ്. പിന്നീട് അത് നോർമലായിട്ട് മാറും. ഇതാണ് അക്യൂട്ട് ഫിഷർ എന്ന് പറയുന്നത്. ചെറുതായിട്ട് അവിടെ ചിലപ്പോൾ ടിയർ ഉണ്ടായിട്ടില്ലെങ്കിലും ആ ഒരു ചെറുതായിട്ട് ആ സ്കിൻ ഇറിറ്റേഷൻ ആകുന്നു എന്നതാണ്. ഇനി അടുത്ത് സബ് അക്യൂട്ടാണ്. സബ് അക്യൂട്ടിലാണ് നിങ്ങൾക്ക് പ്രധാനമായിട്ടും ആ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു നീറ്റലും ഒരു വേദനയും ചൊറിച്ചിലും ഒക്കെ ഉണ്ടാകും. മലം പോയി കുറച്ച് നേരം കഴിഞ്ഞാലും അത് എന്ത് ചെയ്യും, കണ്ടിന്യൂ ആയിട്ട് നിങ്ങൾക്ക് ആ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടും. നീറ്റൽ, അതുപോലെ തന്നെ വേദന, ഗ്യാസിൻ്റെ ഒക്കെ പ്രശ്നമുണ്ടാകും. ഭയങ്കര ഒരു അസ്വസ്ഥതയായിരിക്കും. മലം പോയി കഴിഞ്ഞാലും നിങ്ങൾക്ക് ആ ഒരു അസ്വസ്ഥത ഉണ്ടാകും. ഇനി ബ്ലഡ് എന്ന് പറയുന്നത് എല്ലാവരിലും കണ്ടുവരില്ല, പക്ഷേ ചില ടൈമിൽ ഈ ഒരു സബ് അക്യൂട്ട് കണ്ടീഷനിലും ബ്ലഡ് കാണാറുണ്ട്. ടിഷ്യൂ പേപ്പറിൽ, ടോയ്ലറ്റ് ടിഷ്യൂവിലൊക്കെ നിങ്ങൾ എടുത്തു നോക്കിയാൽ ചിലപ്പോൾ ആ ഒരു സ്റ്റെയിൻ നിങ്ങൾക്ക് കാണാം. ബ്ലഡിൻ്റെ ആ ഒരു ഫ്രഷ് ബ്ലഡിൻ്റെ സ്റ്റെയിൻ ആയിരിക്കും കാണുന്നത്. അത് ഡ്രോപ്പായിട്ട് വീഴില്ല, പക്ഷെ നിങ്ങൾ ടിഷ്യൂ പേപ്പറിലൊക്കെ എടുത്താൽ മാത്രമേ അത് കാണുകയുള്ളൂ. അത് ആ ഫിഷർ നമുക്കറിയാം, ചെറുതായിട്ടൊന്ന് മുറിയുമ്പോഴത്തേക്കും അവിടെ ചെറിയ രീതിയിൽ, അതും നിങ്ങൾക്ക് കണ്ടുവരിക ആ ഒരു ബാത്റൂമിൽ പോയ ഉടനെ ആയിരിക്കും നിങ്ങൾ ഉണ്ടാവുക. പെട്ടെന്ന് ചിലപ്പോൾ അത് ഒരാഴ്ച കൊണ്ട് തന്നെ ഹീലാകും. എങ്കിലും
ആ ഒരു പോകുന്ന സമയത്ത് ചിലപ്പോൾ ബ്ലഡ് കണ്ടുവരാം, ചിലരിൽ മാത്രം ഈ ഒരു സബ് അക്യൂട്ട് കണ്ടീഷനിൽ കണ്ടുവരാം. അല്ലാത്തവരിൽ ഇതുപോലെ തന്നെ ഗ്യാസിൻ്റെ പ്രശ്നം, ഒരു വേദന, നീറ്റൽ, ചൊറിച്ചിൽ. ഇനി ക്രോണിക്, അത് നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട് തന്നെ എടുക്കണം. കാര്യം ഡോക്ടറിനെ കണ്ട് പ്രോപ്പറായിട്ടുള്ള മെഡിസിൻ എടുക്കുക തന്നെ ചെയ്യണം. സ്കിൻ ടാഗ് ഒക്കെ ഈ ഒരു കണ്ടീഷനിൽ ചിലപ്പോൾ കണ്ടുവരും. സ്കിൻ ടാഗ് നിങ്ങൾക്ക് ചിലപ്പോൾ അതൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റിയെന്ന് വരില്ല. കുറേ നാൾ, ഇതൊരു 2 മാസം 3 മാസം ഒക്കെ തുടർച്ചയായിട്ട് നിങ്ങൾ ഈ ഫുഡും ശ്രദ്ധിക്കാതെയൊക്കെ വരുന്നത് കൊണ്ട് അത് അവിടെ ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുന്നുണ്ടാകും. അതാണ് സ്കിൻ ടാഗ് ഈ ഒരു കണ്ടീഷനിൽ ഉണ്ടായി കാണാറുണ്ട്. അതുപോലെ തന്നെ മസിൽസ് എന്ത് ചെയ്യും, ഭയങ്കരമായിട്ട് ടൈറ്റ് ആകും. ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്കും മസിൽസ് ഭയങ്കരമായിട്ട് ടൈറ്റ് ആകും, വേദന ഉണ്ടാകും, ഹീലാകാൻ ഭയങ്കര ടൈം എടുക്കും. അപ്പോൾ അതാണ് ക്രോണിക്. നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട് എടുക്കുക. എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ നിങ്ങൾ കണ്ടിന്യൂസ് ചിലപ്പോൾ ഫുഡ് അത്തരം സ്പൈസിയും നിങ്ങൾക്ക് ചേരാത്ത ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയും അതൊന്ന് ഹീലാകുന്ന ടൈമിലായിരിക്കും വീണ്ടും നിങ്ങളുടെ ആ ഒരു കണ്ടിന്യൂസ് ആയിട്ട് കട്ടിയായിട്ട് പോകുന്നത് മൂലം ടിയർ എന്ത് ചെയ്യും, ചിലപ്പോൾ വലുതാകുന്നത് കൊണ്ട് തന്നെ വലിയ മുറിവാവുകയും ഹീലാകാൻ കുറേ ടൈം എടുക്കുന്നു. അതാണ് ക്രോണിക് എന്ന് പറയുന്നത്. മറ്റത് നിങ്ങൾ ചിലപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ തന്നെ അത് റെഡിയാകും. ക്രോണിക്കിൽ നിങ്ങൾ ഡോക്ടറിനെ തീർച്ചയായിട്ടും കാണുക, പ്രോപ്പറായിട്ട് മെഡിസിൻ എടുക്കുക, അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ക്രോണിക്കിൽ ബ്ലഡ് ഉണ്ടാകും, തീർച്ചയായിട്ടും ബ്ലഡ് കണ്ടുവരാം. ചിലപ്പോൾ ഇതിപ്പോൾ ടിഷ്യൂ പേപ്പറിലൊക്കെ എടുക്കുമ്പോഴത്തേക്കും ബ്ലഡ് ഉണ്ടാകും. ചിലപ്പോൾ വലിയ മുറിവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രഷ് ബ്ലഡ് ആയിരിക്കും. അത് പൈൽസും ഇതും തമ്മിൽ ആ ഒരു വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കുക. പൈൽസിൽ ആ ഒരു രീതി നമുക്ക് വേറൊരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം അതെങ്ങനെയാണ്. ഇതിൽ ഫിഷറിൽ ഞാൻ പറഞ്ഞതുപോലെ ഫ്രഷ് ബ്ലഡ് ആയിരിക്കും. ആ ഒരു ടിഷ്യൂ പേപ്പറിൽ എടുക്കുമ്പോഴോ അല്ലെങ്കിൽ ചിലപ്പോൾ ഡ്രോപ്പായിട്ട്, വളരെ റെയർ ആയിട്ട് ഡ്രോപ്പായിട്ട് വീഴും. ആ ടോയ്ലറ്റിൽ നിന്ന് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങുന്ന ഒരു ടൈമിലായിരിക്കും ആ ഒരു ഡ്രോപ്പായിട്ട് ചിലപ്പോൾ വീഴുന്നത് ശ്രദ്ധിക്കുന്നത്. സോ അതാണ് ഫിഷറിൻ്റെ ആ ഒരു ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. ആദ്യത്തെ സ്റ്റേജിൽ മിക്കവാറും എല്ലാവർക്കും അനുഭവം ഉണ്ടായിട്ടുള്ളത് തന്നെയായിരിക്കും. അക്യൂട്ടായിട്ട് നമ്മൾ ഫുഡ്, ആ ഒരു വെള്ളം ഒക്കെ ചില ദിവസങ്ങളിലൊക്കെ യാത്ര, അതൊക്കെ കാരണം ഉണ്ടാവാറുണ്ട്. ക്രോണിക് ഇതുപോലെ തന്നെ വച്ചിരുന്നിട്ട് ശ്രദ്ധിക്കാതെ പോകുകയും അതുപോലെ തന്നെ ഈ ഒരു ചെറിയൊരു ടിയർ ആയിരിക്കും. അത് പിന്നീട് കണ്ടിന്യൂസ് ആയിട്ട് ശ്രദ്ധിക്കാതെ ആ ഒരു ഡയറ്റും കാര്യവും ലൈഫ് സ്റ്റൈലും ഒക്കെ കൊണ്ടിട്ട് അത് ക്രോണിക് ആയിട്ട് മാറുന്ന സ്റ്റേജാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഇനി ട്രീറ്റ്മെൻറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ 2 രീതിയാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. ഒന്നെന്ന് പറയുന്നത് ഹീൽ ചെയ്യുക, ഫിഷർ ഹീൽ ചെയ്യുക, വൂണ്ട് ഹീൽ ചെയ്യേണ്ട ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക. മറ്റൊന്ന് കോൺസ്റ്റിപ്പേഷന് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ 2 ട്രീറ്റ്മെൻറ്റും ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് റെഡി ആവുകയുള്ളൂ. ചിലപ്പോൾ വൂണ്ട് ഹീൽ ആവുമായിരിക്കും, പക്ഷേ വീണ്ടും നിങ്ങൾ ഫുഡൊന്നും ശ്രദ്ധിക്കാതെ വരുമ്പോഴത്തേക്കും ആ ഒരു പ്രശ്നം വീണ്ടും വരും. സോ 2 ട്രീറ്റ്മെൻറ്റും നിങ്ങൾ ചെയ്യുക. ഈ ഒരു വൂണ്ട്, അവിടുത്തെ ഫിഷർ ഹീലാകാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് സ്വിറ്റ്സ് ബാത്താണ്. സ്വിറ്റ്സ് ബാത്ത് എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്, ഉപ്പിട്ടിട്ട് വെള്ളം, ചൂടുവെള്ളത്തിൽ ഉപ്പിട്ട് നിങ്ങൾക്ക് അതിലേക്ക് മുങ്ങിയിരിക്കാം. ആ ഒരു ഭാഗം കൊള്ളുന്നത് പോലെ മുങ്ങിയിരിക്കാം. അതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്. ആ ഉപ്പിട്ട് ആ ഒരു ചൂടുവെള്ളത്തിൽ ഇരിക്കുമ്പോഴത്തേക്കും വേദനയ്ക്ക് നല്ല രീതിയിൽ ആ ഒരു കുറവുണ്ടാകും. ഇനി വൂണ്ട് ഹീലാകാൻ വേണ്ടിയിട്ട് ത്രിഫല ചൂർണം നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്, നല്ലതാണ്. ത്രിഫല, കടുക്ക, താനിക്ക, നെല്ലിക്കയാണ് അതിലുള്ളത്. സോ അത് നിങ്ങൾക്കിതുപോലെ ഉപ്പിടുന്നത് പോലെ തന്നെ ചെറിയ ചൂടുവെള്ളത്തിൽ ത്രിഫല പൊടി ഇട്ടിട്ട് അതിൽ നിങ്ങൾക്ക് മുങ്ങിയിരിക്കാം. അപ്പോൾ ആ ഒരു ഭാഗത്ത് തട്ടുകയും ആ ഒരു വൂണ്ട് ഹീൽ ചെയ്യാനായിട്ട് പെട്ടെന്ന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. ഇതിനാണ് സ്വിറ്റ്സ് ബാത്ത് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന മെത്തേഡാണ്. പിന്നെ ഒന്നെന്ന് പറയുമ്പോഴത്തേക്കും ജാത്യാദി ഘൃതം നിങ്ങൾക്ക് ആ ഭാഗത്ത് പുരട്ടാം. ശതദൗത ഘൃതം നല്ലതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് മുറിവെണ്ണ അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ ഇതൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം എക്സ്റ്റേണലി ആ ഭാഗത്ത്. ആ ഒരു വൂണ്ട് ഹീൽ ചെയ്യാനായിട്ട്, പെട്ടെന്ന് ഹീൽ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. സോ ഇതാണ് എക്സ്റ്റേണലി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇൻറ്റേർണലി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ചില മെഡിസിൻസ് ഒക്കെ ഉണ്ട്. അത് അലോപ്പതിയിലും ആയുർവേദയിലും ഹോമിയോയിലും ഒക്കെ അവൈലബിൾ ആയിരിക്കും. അത് നിങ്ങൾക്ക് ഏത് ഡോക്ടറിനെയാണോ കാണേണ്ടത് അവരെ കാണിച്ചിട്ട് ഇതുപോലെ മരുന്ന് കഴിക്കാം. എക്സ്റ്റേണലി പറഞ്ഞ കാര്യമാണ്, നിങ്ങൾക്ക് സ്വിസ് ബാത്ത് ചെയ്യാം. അത് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും ആ ഒരു വേദന കുറയ്ക്കാനും വൂണ്ട് ഹീൽ ചെയ്യാനും. ഈ പറഞ്ഞ ത്രിഫലയും ഇതുപോലെ ഉപ്പിട്ട് വെള്ളത്തിൽ മുങ്ങിയിരിക്കുന്നതും നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇനി ഫുഡ്, നമ്മൾ മെയിനായിട്ട് കോൺസ്റ്റിപ്പേഷന് വേണ്ടിയിട്ട് ചെയ്യേണ്ടത് സ്പൈസി ആയിട്ടുള്ള ഫുഡ് നിങ്ങൾ കുറയ്ക്കുക. നല്ല പോലെ വെള്ളം കുടിക്കുക. ഒരു 2 to 3 ലിറ്റർ വാട്ടറെങ്കിലും നിങ്ങൾ കുടിക്കുക. ക്ലൈമറ്റ് അനുസരിച്ച് ചൂടൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നല്ലപോലെ ഹൈഡ്രേറ്റഡ് ആയിട്ട് വെച്ചേക്കുക ബോഡി. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ സ്പൈസി ആയിട്ടുള്ള ഫുഡ് നല്ല പോലെ കുറയ്ക്കുക. ചെറിയ പഴം നിങ്ങൾക്ക് കഴിക്കാം. അതുപോലെ തന്നെ ചെങ്കദളി പഴം നല്ലതാണ്, അത് നിങ്ങൾക്ക് കഴിക്കാം. ഇനി ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡ് അത് നിങ്ങൾക്ക് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. ചീര, ക്യാരറ്റ്, പപ്പായ,
നേരത്തെ പറഞ്ഞ ചെറിയ പഴം, ചെങ്കദളിപ്പഴം, ഇതെല്ലാം നിങ്ങൾക്ക് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ കഞ്ഞി, അത് നല്ലൊരു ഓപ്ഷനാണ്. ഈ ഒരു കഞ്ഞിയിൽ അല്പം നെയ്യ് ചേർത്തിട്ട് കഴിക്കാം. നമ്മൾ കഞ്ഞി കുടിക്കില്ലേ, അതിൻ്റെ കൂടെ ഒരല്പം നെയ്യ് കൂടെ ചേർത്തിട്ട് അത് കുടിക്കാം. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് മോര്, മുളകിടാണ്ട് നിങ്ങൾക്ക് മോര് കുടിക്കാം. അതും നല്ലതാണ്. മോര് നല്ലതാണ് കോൺസ്റ്റിപ്പേഷന്. ചിക്കന്, മുട്ട അതുപോലത്തെ ഉള്ളത് കുറച്ചിട്ട് ഈ ഒരു ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡ്, തോരനും പച്ചക്കറികളും ഫ്രൂട്ട്സും ഒക്കെ, പപ്പായ ഭയങ്കര ബെസ്റ്റാണ്. അതുപോലെ തന്നെ ചെറിയ പഴം, അതും നല്ലതാണ്. സോ ഈ ഒരു ഡയറ്റ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് ഈ പറഞ്ഞ എക്സ്റ്റേണലി അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് അത് മേടിക്കാം. ഇനി ഇൻറ്റേർണലി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മെഡിസിൻ കഴിക്കണമെന്നുണ്ടെങ്കിൽ അതും കഴിച്ചാൽ തന്നെ റെഡി ആകും. പിന്നീട് ഇനി അത് വരാതിരിക്കാൻ നോക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. കാര്യം വീണ്ടും ഫുഡ്, സ്പൈസി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക, ജങ്ക് ഫുഡ്സ് കഴിക്കുക, ചിക്കൻ, മുട്ട, ബീഫ് അതുപോലുള്ളത് കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുമ്പോഴത്തേക്കും വീണ്ടും ഈ ഒരു പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടാവുകയും അവിടെ ടിയർ ഉണ്ടാവും, ഫിഷർ പോലുള്ള കണ്ടീഷൻ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് എടുത്തതിന് ശേഷം നിങ്ങൾ ഡയറ്റും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. എക്സസൈസ്, നിങ്ങൾക്ക് ആ ഒരു ഭാഗത്ത് മസിൽ റിലാക്സേഷൻ വേണ്ടിയിട്ടുള്ള എക്സസൈസ്, അത് എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എക്സസൈസ് ചെയ്യാവുന്നതാണ്. അതും നല്ലതാണ്. കാര്യം അവിടെ ആ ഒരു മസിൽ പിടിച്ചിരിക്കുന്നത് കൊണ്ട്, ആ ഒരു മസിൽ ടൈറ്റ് ആയിട്ട് ഇരിക്കുന്നത് കൊണ്ടൊക്കെ ഈ ഒരു പ്രശ്നം വരും. സോ അത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ചെറിയൊരു മൈൽഡ് എക്സസൈസ് ഒക്കെ കൊടുക്കുമ്പോഴത്തേക്കും അവിടെ കുറച്ച് ആ ഒരു മസിൽസ് റിലാക്സ് ആകും. അപ്പോഴത്തേക്കും നിങ്ങൾക്ക് ആ ഒരു മൂവ്മെൻറ്റ് ഈസി ആവുകയും ചെയ്യും. അപ്പോൾ ഫിഷർ ഉള്ളവർക്ക് ഭയങ്കര സിമ്പിളാണ് ട്രീറ്റ്മെൻറ്റ് എന്ന് കേൾക്കുമ്പോൾ തോന്നുമെങ്കിലും ക്രോണിക് ആകുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ഇൻറ്റേർണലി മെഡിസിൻസ് എടുക്കേണ്ടി വരും. സ്കിൻ ടാഗൊക്കെ ഉള്ള പോലെ കണ്ടീഷനിൽ അത് റിമൂവ് ചെയ്യേണ്ട ടെക്നിക്സ് ഒക്കെ ഫോളോ ചെയ്യേണ്ടി വരും. ഇതിപ്പോൾ നിങ്ങൾക്ക് സ്റ്റാർട്ടിങ് സ്റ്റേജ് എന്തെങ്കിലുമൊക്കെ ഉണ്ട്, കോൺസ്റ്റിപ്പേഷൻ്റെയോ അല്ലെങ്കിൽ ഫിഷറിൻ്റെ ഒക്കെ ആ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ട്രീറ്റ്മെൻറ്റാണ്. അത് ചെയ്തിട്ട് നിങ്ങൾ ആ ഒരു ഡയറ്റും ഈ പറഞ്ഞ ഫൈബർ റിച്ചും നല്ലപോലെ വെള്ളം കുടിക്കുക. കഞ്ഞിയായിട്ട് നിങ്ങൾക്ക് കുടിക്കാന്നുണ്ടെങ്കിൽ അത് ഇതാക്കാം, അത് കുടിക്കാം. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ചെയ്യുക. അപ്പോൾ ഫിഷർ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഫിഷർ എന്ന് പറയുന്നത് അവിടെ ഒരു മുറിവുണ്ടാകുന്നു എന്നത് തന്നെയാണ്. അതിൻ്റെ ക്രോണിക് ആകുമ്പോഴാണ് ഈ ഒരു സ്കിൻ ടാഗ് പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്. ഏതൊരു രോഗത്തിനും നിങ്ങൾ സ്റ്റാർട്ടിങ്ങിലെ ആ ഒരു ക്യൂറിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് പിന്നീട് സ്റ്റേജസ് കൂടുകയും ക്രോണിക് കണ്ടീഷനിലൊക്കെ മാറുകയും ചെയ്യും. സോ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകുന്ന എല്ലാവർക്കും ഫിഷർ ഉണ്ടാകുമോ എന്നുള്ള ഡൗട്ട് നിങ്ങൾക്ക് മാറി കിട്ടിയില്ലേ? കോൺസ്റ്റിപ്പേഷൻ കാരണം തന്നെയാണ് ഈ ഒരു ഫിഷർ അവസ്ഥ ഉണ്ടാവുന്നതും. സോ ഫിഷർ പിന്നീട് ക്രോണിക് സ്റ്റേജിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പൈൽസ് എന്ന് പറയുന്നതും ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് ഉണ്ടാകുന്നത്. കോൺസ്റ്റിപ്പേഷൻ ഇഷ്യൂ ഉള്ളവരിലും ഈ ഒരു പൈൽസിൻ്റെ ഒരു സാധ്യത ഉണ്ട്. ഫിസ്റ്റുല എന്ന് പറയുന്നത് വേറൊരു കണ്ടീഷനാണ്. സോ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. പൈൽസിൻ്റെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാവുന്നതാണ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്